പോസിറ്റീവ് കേസിൽ നിന്ന് സമ്പർക്ക പട്ടികയിലുള്ള 4 പേരുടെ സാമ്പിൾ തിരുവനന്തപുരത്ത് ഇന്ന് പരിശോധിക്കും. അപ്പോൾ മലപ്പുറം ജില്ല കൂടാതെ തിരുവനന്തപുരം ജില്ലയിലും പാലക്കാട് ജില്ലയിലുമാണ് സമ്പർക്ക പട്ടികയിലുള്ളവർ ഉൾപ്പെട്ടിട്ടുള്ളത്. തിരുവനന്തപുരത്ത് 4 പേരും, അതിൽ 2 പേർ പ്രൈമറി കോണ്ടാക്റ്റാണ്, 2 പേർ സെക്കൻഡറി കോണ്ടാക്റ്റും. അതുകൂടാതെ പാലക്കാട് ജില്ലയിൽ 2 പേരാണ് ഉള്ളത്. അതിൽ ഒരാൾ ആരോഗ്യ പ്രവർത്തകയാണ്, ഒരു സ്റ്റാഫ് നഴ്സാണ്, മറ്റൊരാൾ ആശുപത്രിയിലെ സെക്യൂരിറ്റിയാണ്. അങ്ങനെ ജില്ലയ്ക്ക് പുറത്ത് നിലവിൽ 6 പേരാണ്. 4 പേർ തിരുവനന്തപുരത്തും 2 പേർ പാലക്കാട് ജില്ലയിലുമാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ വരെയുള്ള കണക്കനുസരിച്ച് 350 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. 350 പേർ. അതിൽ ഹൈറിസ്ക് പട്ടികയിൽ ഉള്ളവർ, ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉള്ളവർ 101 പേരാണ്. 68 പേർ, ഇന്നലെ പറഞ്ഞതുപോലെ 68 പേർ ഹെൽത്ത് കെയർ വർക്കേഴ്സാണ്. ഈ 9 പേരുടെ സാമ്പിൾ പരിശോധിക്കുന്നതിൽ ഈ കുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഉൾപ്പെടെ സാമ്പിളുകൾ പരിശോധിക്കുന്നുണ്ട്. അവർക്ക് രോഗലക്ഷണങ്ങളൊന്നുമില്ല. ഇതുവരെ രോഗലക്ഷണങ്ങൾ, പനിയോ അങ്ങനെയുള്ള ഒരു ലക്ഷണങ്ങളും ഇല്ല. പക്ഷെ അവരുടെ സാമ്പിൾ ഇന്ന് പരിശോധിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ റൂട്ട് മാപ്പ് സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് നൽകുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒരു ആശുപത്രിയിൽ തന്നെ OP-യിൽ, പിന്നീട് കാഷ്വാലിറ്റിയിൽ, പിന്നീട് നിരീക്ഷണ മുറിയിൽ, വീണ്ടും OP-യിൽ, പിന്നെ ക്യാൻറ്റീനിൽ, അതിന് സമയം ഉൾപ്പെടെയാണ് നൽകിയിട്ടുള്ളത്. ഈ ആശുപത്രിയിൽ മറ്റു ദിവസങ്ങളിലൊക്കെ വന്നിട്ടുള്ളവരുണ്ടാകാം. അവരൊന്നും ആശങ്കപ്പെടേണ്ട, ആരും ആശങ്കപ്പെടേണ്ട, ഈ സമയത്ത് വന്നവരും ആശങ്കപ്പെടേണ്ട. ഒരു മുൻകരുതൽ എന്നുള്ള നിലയിലാണ് ഈ കാര്യങ്ങൾ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നത്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവർ ദയവായി, CCTV ദൃശ്യങ്ങളുണ്ട്, അപ്പോൾ അതിലൂടെ കുറച്ചുപേരെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് ഇന്നലെ നമ്മൾ എടുത്ത കണക്കിൽ നിന്ന് കൂടുതൽ സമ്പർക്ക പട്ടികയിൽ ഇന്ന് ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ളത്. CCTV ദൃശ്യങ്ങളിൽ നിന്ന് ആ ആശുപത്രികളിൽ ഉണ്ടായിരുന്നവരെ കണ്ടെത്തി അവരെ കൂടി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലിസ്റ്റിലെ സമ്പർക്ക പട്ടികയിലെ എണ്ണം 350ലേക്ക് ഉയർന്നത്. രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് ദയവായിട്ട് പറയണം. നമുക്ക് ഇതല്ല എന്നുള്ളത്, സമ്പർക്ക പട്ടികയിലുള്ളവർ തീർച്ചയായിട്ടും നിപ്പ അല്ല എന്നുള്ളത് നമുക്ക് റൂൾ ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട. നമ്മൾ ഒരുമിച്ചാണ് ഇതിനെ നേരിടുന്നത്. അപ്പോൾ ധൈര്യമായി ഇതിൽ ഈ ഒരു പനിയോ മറ്റ് രോഗലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കേണ്ടതാണ്. കൺട്രോൾ റൂം നമ്പറുകൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട്. അത് പൊതുവെ ജില്ലയിൽ എല്ലാവരും നമ്മളൊരു പകർച്ചവ്യാധിയെ തടയുന്നതിനാണ് ശ്രമിക്കുന്നത്. രണ്ടാമത്തെ ഒരു കേസ് ഉണ്ടാകരുത് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഐസൊലേഷനിലുള്ളവർ 21 ദിവസമാണ് ഐസൊലേഷനിൽ ഇരിക്കേണ്ടത്. ഇൻക്യുബേഷൻ പീരീഡൊക്കെ കണക്കാക്കി ലാസ്റ്റ് ഡേ ഓഫ് കോണ്ടാക്ട് എന്നാണോ സമ്പർക്കത്തിൽ വന്ന അവസാന ദിവസം, ആ ദിവസം മുതൽ ആണ് കണക്കാക്കുന്നത്. ആ ദിവസം മുതൽ 21 ദിവസം എന്നുള്ളതാണ്. 21 ദിവസമാണ് ഐസൊലേഷനിൽ ഉണ്ടാകേണ്ടത്. അതിൽ ഒരു തരത്തിലുള്ള ലംഘനങ്ങളും ഉണ്ടാകാൻ പാടില്ല. അത് ഓരോ വ്യക്തിയുടെയും അതുപോലെ സമൂഹത്തിൻ്റെയും ഈ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മൾ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുക്കേണ്ട ഒരു നടപടിയാണ് എന്നുള്ളത് കൂടി ഏറ്റവും സ്നേഹത്തോടെ അറിയിക്കുകയാണ്.